കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വലിയ വിവാദം ഉണ്ടാകുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത് ഇത്തരത്തിലൊരു ദേശീയത എന്നൊരു വാദം പറഞ്ഞിട്ടാണ് RSSും അല്ലെങ്കിൽ സംഘപരിവാർ വിഭാഗം ആളുകൾ പ്രതിരോധിക്കുന്നത്. ഇത്തരത്തിൽ അവിടെ ചിത്രീകരിച്ച് അല്ലെങ്കിൽ വെച്ചിട്ടുള്ള ആ ചിത്രത്തിന് ദേശീയതയുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട്? യാതൊരു ബന്ധവുമില്ല. അതിന് RSS എന്ന് പറയുന്ന സംഘടനയുമായി മാത്രമാണ് ബന്ധമുള്ളത്. മാത്രമല്ല അതിന് ദേശീയതയായി ബന്ധമില്ല എന്ന് പറയാനുള്ള കാരണം RSS ആ ചിത്രത്തെ തന്നെ സംശീകരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. ദേശീയ പ്രസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ട് ഭാരതമാത എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് ഗാന്ധിക്ക് മുമ്പുള്ള ആദ്യകാല സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഈ ഭാരതമാത എന്ന് പറയുന്ന ഒരുപക്ഷെ മതഛായയുള്ള ഒരു ഒരു സങ്കല്പം പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ബംഗാൾ വിപ്ലവകാരികളാണ് അത് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ ഇങ്ങനെ ഒരു സങ്കല്പം വരുന്നുണ്ട്. അതിനുശേഷം അഭിനീന്ദ്രനാഥ ടാഗോർ ചിത്രം വരയ്ക്കുന്നുണ്ട്, പിക്ചറൈസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമുക്കറിയാവുന്ന പോലെ ഈ RSS 1925 രൂപം കൊണ്ടിട്ടുണ്ടെങ്കിലും സ്വാതന്ത്ര്യത്തിന് മുമ്പ് രൂപം കൊണ്ടിട്ടുണ്ടെങ്കിലും അവർ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളല്ല. മാത്രമല്ല അതിനെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ആളുകൾ കൂടിയാണ്. ഹെഡ്ഗേവാറിനെ പോലെയുള്ള സർസംഘ് ചാലക് സ്വാതന്ത്ര്യ സമരത്തിൽ RSSൻ്റെ കേഡറുകൾ ആരും പങ്കെടുക്കരുതെന്ന് പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ട് തന്നെയുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിന് കൊടുക്കാനുള്ളതല്ല യുവാക്കളുടെ ഊർജം, മറിച്ച് ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാനാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള യാതൊരു പരികൽപ്പനകളും RSSൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയോ RSS അതിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് 1948 ജനുവരി 30 ഗാന്ധി വധിക്കപ്പെട്ട ശേഷം പൊതുവേ ഹിന്ദു ഫാസിസ്റ്റ് കക്ഷികൾക്ക് ഇന്ത്യയിൽ വലിയ തിരിച്ചടി ഉണ്ടായി. അപ്പോൾ ഹിന്ദു മഹാസഭയായിരുന്നു അന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ RSSൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നേരിട്ട് ഇപ്പം BJPയും RSSും പോലെയുള്ള ബന്ധമല്ലായിരുന്നെങ്കിലും ഹിന്ദു മഹാസഭയും ആയിരുന്നു RSSൻ്റെ ഒരു രാഷ്ട്രീയ മുഖം എന്ന് പറയുന്നത്. ഈ ഗാന്ധിവധത്തിന് ശേഷം അവർ വലിയ തരത്തിൽ അൺപോപ്പുലറായി. ജനങ്ങൾ അവരെ നിരാകരിച്ചു. അപ്പോൾ ആദ്യത്തെ ഇലക്ഷനിൽ 1951-52 ഇലക്ഷനിൽ വെറും 3 സീറ്റാണ് ഹിന്ദു മഹാസഭയ്ക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ആ സമയമായപ്പോൾ RSS ഹിന്ദു മഹാസഭ എന്ന പേരിൽ മത്സരിച്ചാൽ വലിയ തിരിച്ചടി ഉണ്ടാവും എന്ന് കണ്ട് പുതിയൊരു രാഷ്ട്രീയ കക്ഷിക്ക് രൂപം കൊടുക്കുന്നുണ്ട്. ഈ പുതിയ രാഷ്ട്രീയ കക്ഷി ഭാരതീയ ജനസംഘമാണ്, നമുക്കറിയാം. ഈ ഭാരതീയ ജനസംഘം ഉണ്ടാക്കുമ്പോൾ ആ ചർച്ചകൾ ശ്രദ്ധിച്ചാൽ അന്ന് ഈ ഹിന്ദു എന്ന് പറയുന്ന പദം വെച്ച് കഴിഞ്ഞാൽ അതിലുപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഉണ്ടാവും, ജനങ്ങൾ നിരാകരിക്കും. അതുകൊണ്ട് ഹിന്ദു വർഗീയ രാഷ്ട്രീയം, ഹിന്ദു ഫാസിസ്റ്റ് രാഷ്ട്രീയം, ഹിന്ദു വംശീയ രാഷ്ട്രീയം മറച്ചു വെച്ചുകൊണ്ട് ദേശീയത എന്ന് പറയുന്ന ഒരു ആശയം അപ്പോഴാണ് കൊണ്ടുവരുന്നത്. ഈ പറയുന്ന ആദ്യത്തെ ഇലക്ഷൻ്റെ സമയത്താണ്. അങ്ങനെ ഭാരതീയ ജനസംഘം എന്നാണ് പേരിടുന്നത്. ഹിന്ദു എന്ന് പറയുന്ന പേര് അതിൽ ഇല്ല. ഈ ഭാരതീയ ജനസംഘിനും പക്ഷേ 3 സീറ്റേ കിട്ടുന്നുള്ളൂ. രാമരാജ്യ പരിഷത്ത് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായി, സന്യാസിമാരുടെ കർപ്പത്രി മഹാരാജിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു. അതിനും 3 സീറ്റ് കിട്ടുന്നുള്ളൂ. അങ്ങനെ 9 സീറ്റാണ് ഇവർക്ക് ലഭിക്കുന്നത്. ആ സമയത്ത് ഗാന്ധിവധത്തെ തുടർന്ന് RSS നിരോധിക്കപ്പെടുന്നുണ്ട്. ഗാന്ധി ജനുവരി 30 വധിക്കപ്പെടുന്നു. 1948 ജനുവരി 30 വധിക്കപ്പെടുന്നു. 1948 ഫെബ്രുവരി 4 ആകുമ്പോഴേക്കും RSSന് നിരോധിക്കുന്നുണ്ട്. ഏതാണ്ട് 1.5 വർഷം ആ നിരോധനം നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ നിരോധനത്തിൻ്റെ സമയത്ത് ഇവർ ഇന്ത്യ സ്വതന്ത്രമാവുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അസംബ്ലിയെ എതിർത്തിരുന്നു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, നമ്മുടെ ഭരണഘടനാ അസംബ്ലിയെ അവർ എതിർത്തിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ പതാകയെ, ത്രിവർണ്ണ പതാകയെ എതിർത്തിരുന്നു. പകരം കാവിക്കൊടിയാണ് അവർ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഈ എതിർപ്പുകൾ പിൻവലിക്കണമെന്നും ഭരണഘടനാ അസംബ്ലിയെ അംഗീകരിക്കണം, ഇന്ത്യൻ ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കണം, ഇത്തരം കണ്ടീഷനുകൾ വെച്ച് അതൊക്കെ അംഗീകരിപ്പിച്ചുകൊണ്ടാണ് RSSൻ്റെ നിരോധനം പിൻവലിക്കുന്നത്. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം ഈ കാവിക്കൊടി എന്ന് പറയുന്നത് ദേശീയ പതാകയാക്കണമെന്ന് വിചാരിച്ചിരുന്ന RSS അവരുടെ സംഘത്തിൻ്റെ പതാകയാക്കി ചുരുക്കേണ്ടി വന്നു. ആ പറയുന്ന ആവശ്യം പിൻവലിച്ചിട്ട് തങ്ങളുടെ പതാകയായി ചുരുക്കേണ്ടി വന്നു. ആ സമയത്താണ് ഈ പറയുന്ന തരത്തിൽ ഈ പറയുന്ന ഭാരതമാതാവും കാവിക്കൊടി പിടിച്ച ഭാരതമാതാവിൻ്റെ ചിത്രമൊക്കെ ഉണ്ടാകുന്നത്. മാത്രമല്ല ഗാന്ധിവധത്തിന് ശേഷം ഇവർക്ക് പരസ്യമായി ഹിന്ദു ഫാസിസ്റ്റ് വാദങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. കാരണം അത്രയും ജനവിരോധം അവർ പിടിച്ചു പറ്റി.
അപ്പോൾ ഇവർ ഈ നേരത്തെ ഉണ്ടായിരുന്ന സവർക്കറുടെയും ഗോൾവാൾക്കറുടെയും ഒക്കെ രീതി എന്ന് പറഞ്ഞാൽ നേരിട്ട് ഹിന്ദുത്വ ഫാസിസം പറയുക എന്നുള്ളതായിരുന്നു. അവരുടെ ഐഡിയോളജി അതായിരുന്നു, നേരിട്ടുള്ള ഹിന്ദുത്വ ഫാസിസം. ഇപ്പോൾ മുസ്ലിങ്ങളെ പുറത്താക്കുക, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരരായി കണക്കാക്കുക, ആ തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇപ്പം സവർക്കറുടെ ഹിന്ദുത്വയിലും അല്ലെങ്കിൽ ഗോൾവാൾക്കറുടെ വിയോർ അവർ നാഷൻഹുഡ് ഡിഫൈനിലൊക്കെ പറയുന്നത്. ഈ വാദത്തിൽ നിന്ന് പിന്മടങ്ങാൻ അവർ നിർബന്ധിതരായിത്തീരുകയാണ്, രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് മറച്ചു വെച്ച്, ഈ ഹിന്ദുത്വ വംശീയ രാഷ്ട്രീയത്തെ മറച്ചു വയ്ക്കാൻ അവരൊരു മറയായിട്ട് ഏകാത്മ മാനവവാദം എന്ന് പറയുന്ന ദീൻദയാൽ ഉപാധ്യായയുടെ പ്രത്യയശാസ്ത്രം സ്വീകരിക്കുകയാണ്, മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഈ പ്രത്യയശാസ്ത്രം അനുസരിച്ചിട്ട് ഒരു ഭൂമി എന്ന് പറഞ്ഞപ്പം ഭാരതം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വെറും കല്ലും മണ്ണുമല്ല, മറിച്ച് അതിന് ഒരു ആത്മാംശമുണ്ട്. ആ ആത്മാംശമാണ് ഭാരതമാത എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് കൊണ്ടുവരുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. ഈ പറയുന്ന അബനീന്ദ്രനാഥ് ടാഗോറോ അല്ലെങ്കിൽ ബംഗാൾ വിപ്ലവകാരികളോ കൊണ്ടുവന്നത് സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ്, സ്വാതന്ത്ര്യ സമരത്തിന് ആക്കം കൂട്ടാനുള്ള സങ്കല്പമാണെങ്കിൽ, ഇവരിത് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം, ഗാന്ധിവധത്തിന് ശേഷമുള്ള ജനവിരോധം മറച്ചു വെച്ചിട്ട് വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തേക്ക്, ഇന്ത്യൻ ജനതയിലേക്ക് കടന്നു വരാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ പറയുന്ന ഭാരതമാതാവിനെ അവരുപയോഗിക്കുന്നത്. വലിയ വ്യത്യാസമുണ്ട്. ഒന്ന്, അബനീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഭാരതമാത എന്ന് പറഞ്ഞ ഒരു സാത്വിക സങ്കല്പമാണ്, ഒരർത്ഥത്തിൽ ഒരു സന്യാസി സങ്കല്പമാണ്. അതിനൊരു മതഛായ ഉണ്ട് തീർച്ചയായിട്ടും. അത് വിമുക്തമായിട്ടുള്ളൊരു സെക്യുലർ ഭാരതമാതാവൊന്നുമല്ല, മറിച്ച് ഹിന്ദു മതത്തിൻ്റെ ഉള്ളിലെ ദേവതാ സങ്കല്പങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള, പ്രത്യേകിച്ച് സരസ്വതി ദേവി ഇനിയൊക്കെ കൊണ്ടുവരുന്ന ജ്ഞാനത്തിൻ്റെയും അതുപോലെ തന്നെ സാത്വികതയുടെയും പ്രതീകമായിട്ടുള്ള ഒരു ഭാരതമാതാവാണ്. ഈ ഭാരതമാതാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ RSSൻ്റെ ഭാരതമാതാവ് എന്ന് അവർ വിളിക്കുന്ന ബിംബം യഥാർത്ഥത്തിൽ അവരുടെ ഒരു രൗദ്ര ഹിന്ദുവിൻ്റെ ഭാവം ആവാഹിക്കുന്നതാണ്. സവർക്കർ തൊട്ട് ഇങ്ങോട്ടുള്ള ആളുകൾ മുഴുവൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവർ ഹിന്ദു മതത്തിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ തരത്തിൽ വയലൻ്റായിട്ടൊരു ഹിന്ദുവിനെ ഉണ്ടാക്കിക്കൊണ്ടാണ്, അങ്ങനെ നിർമ്മിച്ചുകൊണ്ടാണ് ആ സങ്കല്പം തന്നെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ വയലൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുണ്ട്. ഈ വയലൻസ് ഉള്ള ഒരു ഭാരതമാതാവാണ് അതെന്ന ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ ഭാരതമാതാവ് എന്ന സങ്കല്പം ഈ അസീമുള്ള ഖാനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതെ, ഒരുപാട് തരത്തിലുള്ള സങ്കല്പം. അതായത് ഈ ദേശരാഷ്ട്രങ്ങളുടെ ഒരു കാലമാണ്, നാഷൻ സ്റ്റേറ്റ് ഉണ്ടാവുന്ന കാലമാണ് കൂടിയാണല്ലോ നമ്മുടെ സ്വാതന്ത്ര്യ സമര ഘട്ടം എന്ന് പറയുന്നത്. അപ്പം നേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഭൗതിക സങ്കല്പം മാത്രമല്ല, അതിനുള്ളിൽ മനുഷ്യരെ തമ്മിൽ കൂട്ടിയിണക്കുന്ന ഒരു മാനസിക സങ്കല്പം കൂടിയുണ്ട് എന്ന അർത്ഥത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അഭിസംബോധന ചെയ്യുന്നത് തന്നെ മുഴുവൻ എൻ്റെ ജനങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ് പലരും. എൻ്റെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പല ഭാഷ സംസാരിക്കുന്ന, പല മതത്തിൽപ്പെട്ടിട്ടുള്ള, പലതരത്തിൽ വ്യത്യാസമുള്ള ഒരു ബഹുസ്വര കൂട്ടത്തെയാണ് എൻ്റെ ജനത എന്ന് അഭിസംബോധന ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നൂല് അതിൻ്റെ ഉള്ളിലുണ്ടെന്ന്. അതിൽ നിന്നുണ്ടായ ഒരു സങ്കല്പമാണ്. അത് നിരവധി തരത്തിൽ സങ്കല്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അസീമുള്ള ഖാൻ്റെ സങ്കല്പം ഉണ്ടാവുന്നുണ്ട്. സാരേ ജഹാംസെ അച്ഛ എന്ന് പറയുമ്പോൾ, ഇക്ബാൽ പാടുമ്പോൾ അതിൻ്റെ ഉള്ളിലും ഒരു ഈ പറഞ്ഞ പോലെ എല്ലാം നല്ലതാണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലൊരു, നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു മനുഷ്യ സ്വരൂപം അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. അങ്ങനെ നിരവധി തരത്തിൽ ആ സമയത്ത് നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയെ ഒരു ഉടൽ ആയിട്ട് കാണുന്ന, ഒരു മനസ്സും ഉടലും ആയിട്ട് കാണുന്ന സങ്കല്പനം പലരും നടത്തുന്നുണ്ട്. പക്ഷെ ആ പലരും നടത്തുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വൈദേശിക ഭരണത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ പാർട്ടായിട്ടാണ്. ഇത് വളരെ സ്വാതന്ത്ര്യത്തിന് ശേഷം അവരുടെ രാഷ്ട്രീയ പരിപാടിയുടെ ഭാഗമായിട്ടാണ് കൊണ്ടുവരുന്നത്. അത് വലിയ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളൊരു ഗവൺമെൻറ് പരിപാടിയിൽ, ഒരു പാർട്ടി പരിപാടിയിൽ പാർട്ടി ചിഹ്നങ്ങൾ ഉപയോഗിക്കാം, മറിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു സർക്കാർ പരിപാടിയിൽ അത്തരം ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് എത്രമാത്രം അസംബന്ധമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.